സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പില്ലാതെ ബി.ജെ.പി. ഒരു സീറ്റിലും വിജയം ഉറപ്പിക്കാനാവില്ലെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. നേമത്തും കഴക്കൂട്ടത്തും വിജയം ഉറപ്പില്ലെന്നും കോർ കമ്മിറ്റി കണക്കുകൂട്ടുന്നു. പാലക്കാട് വോട്ടിന് പണം നൽകിയത് മറ്റു മണ്ഡലങ്ങളിലും തിരിച്ചടിയായിട്ടുണ്ട്. രമേശ് പിഷാരടിയെ മൂത്താന്തറയിൽ തടഞ്ഞതും പാർട്ടിക്ക് ക്ഷീണം ചെയ്തുവെന്നും വിലയിരുത്തലുണ്ട്. എം.കെ. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷുക്കൂർ, ഈ വിലയിരുത്തലിലേക്ക് ബി.ജെ.പി. എത്തുന്നത് എങ്ങനെയാണ്? പാലക്കാട് രണ്ട് സംഭവങ്ങൾ, ഒന്ന് വോട്ടിന് പണം നൽകിയത്, രണ്ട് പിഷാരടിയെ തടഞ്ഞത്. ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു സീറ്റും ലഭിക്കില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്താൻ ബി.ജെ.പിയെ നയിച്ചത്? മഞ്ചേശ്വരം, കഴക്കൂട്ടം, നേമം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ബി.ജെ.പി. എന്ത് വിലയിരുത്തൽ നടത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിരുന്നു. എന്നാൽ ബി.ജെ.പിക്ക് താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച പ്രാഥമികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് അവരുടെ സംഘടനാ സംവിധാനം വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. കോർ കമ്മിറ്റി വിലയിരുത്തിയത് ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും വിജയം ഉറപ്പിക്കാനാവില്ല എന്നുള്ളതാണ്. എന്നാൽ ബി.ജെ.പി. പുറത്തു പറയുന്നത് 11 സീറ്റുകളിൽ വരെ വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നേതാക്കന്മാർ ഇരുന്ന് കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഒരിടത്തും നമ്മൾ ഉറപ്പിച്ച് വിജയിക്കുമെന്ന് താഴെത്തട്ടിൽ നിന്നുള്ള ഒരു കണക്ക് വന്നില്ല എന്നുള്ളതാണ്. അതിൽ അവർ പ്രധാനമായി പറയുന്ന കാര്യം UDF-ന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം ശക്തമായി സംഭവിച്ചു എന്നൊരു വിലയിരുത്തൽ അവർ മഞ്ചേശ്വരം അടക്കമുള്ള സീറ്റുകളുടെ പശ്ചാത്തലത്തിൽ, പാലക്കാട് അടക്കമുള്ള സീറ്റുകളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ നേമത്തും ഇതൊരു പ്രശ്നമായി വരും എന്നവർ മനസ്സിലാക്കുന്നു. ഒപ്പം അവരെ സഹായിക്കുമെന്ന് അവർ, അതായത് പരമ്പരാഗതമായ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിന് അപ്പുറത്തേക്ക് അവർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളാണ്. ഈ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഭാഗമെങ്കിലും പാർട്ടിക്ക് ലഭിക്കുമെന്ന അവരുടെ പ്രതീക്ഷ പോലും അസ്ഥാനത്തായി. അതിലുള്ള ഒരു നിരാശയും പ്രതിഷേധവുമൊക്കെയാണ് ഷോൺ ജോർജും PC ജോർജുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നതിന് പിന്നിലുള്ളത്. അതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ബി.ജെ.പിക്ക് ഒരു വലിയ നിരാശ ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കാൻ പോകുന്നു എന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. അത് കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ വ്യക്തമായി. ഒപ്പം തന്നെ വലിയ തോതിൽ ആളും അർത്ഥവും എല്ലാം ഇറക്കി നടത്തിയ ഒരു പ്രചാരണമാണ് ബി.ജെ.പിയുടേത്. ബി.ജെ.പി. വിജയിക്കുന്ന അല്ലെങ്കിൽ UDF-നും LDF-നും തുല്യമായ പ്രചാരണം പല മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പ്രചാരണം ചിലയിടത്തെങ്കിലും എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്ന് പരിശോധിക്കുമ്പോൾ ബി.ജെ.പി. നേതാക്കൾ തന്നെ എത്തിയ ഒരു കാര്യം, അതായത് പാലക്കാട്ട് വോട്ടിനായി പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് ബി.ജെ.പിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. ഇത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടാക്കിയത്. മലമ്പുഴ അടക്കം ബി.ജെ.പിക്ക് വലിയ തോതിൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങളിലടക്കം ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനപ്രിയ നടൻ കൂടിയായ രമേശ് പിഷാരടിയെ പാലക്കാട് മൂത്താന്തറയിൽ ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞ സംഭവമാണ്. ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞപ്പോഴും അതിനോട് അതേ ഭാഷയിൽ പ്രതികരിക്കാതെ തിരിച്ചു പോകാനാണ് രമേശ് പിഷാരടി തയ്യാറായത്. ഒരുപക്ഷെ തങ്ങളുടെ, അതായത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്കാർ കൂടി പ്രവർത്തിക്കാവുന്ന ഒരു ജനാധിപത്യ ഇടമാണ് തങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബി.ജെ.പി. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ എന്ന രീതിയിൽ രമേശ് പിഷാരടി നടത്തിയ പ്രതികരണം വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട്. ബി.ജെ.പിക്ക് മറ്റിടങ്ങളിലും അത് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് കൂടിയാണ് ബി.ജെ.പിക്ക് ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ, ഒരിടത്തും വിജയിക്കാനാകുമെന്ന ഒരു ഉറപ്പിച്ച് പറയാൻ ബി.ജെ.പി. നേതൃത്വത്തിന് കഴിയാത്തത്.